1 ദിവസം 2 എന്ന് കണക്കാക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഒരു ആശ്ചര്യം സംഭവിക്കില്ലല്ലോ BJP തെരഞ്ഞെടുക്കപ്പെട്ടു. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? അപ്പോൾ MP ആയിരിക്കുകയാണല്ലോ. ആ MP ആയിരിക്കുന്നയാൾ രാജിവെച്ച് അവസരം ഉണ്ടാക്കി കൊടുത്ത് BJPക്കല്ലേ? എന്തിനാണ് ആ നടപടി എടുത്തത്? അത് ഏത് ഡീലിന്റെ ഭാഗമായിട്ടായിരുന്നു? സ്വന്തം നേതാക്കന്മാരുടെ മക്കള്, മരുമക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം ഇപ്പം എവിടെയാ ഉള്ളത്? കേരളത്തിൽ വന്നിട്ടാണല്ലോ പറയുന്നത്. കേരളത്തിലെ പ്രധാനികളെ ചെന്ന് ഓർത്തു നോക്കും. അവരുടെ മക്കളെല്ലാം എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കും. എന്താണ് കോൺഗ്രസിന് BJPയോട് സമീപനമെന്നല്ലേ ഇത് കാണിക്കുന്നത്? ഇങ്ങനെയെല്ലാം സ്വയം അപഹാസ്യമായിട്ടുള്ളവര് ഞങ്ങളെ അപഹസിക്കാൻ പുറപ്പെടുന്നത് നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി. ഞങ്ങൾക്ക് സുതാര്യമായ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോയയാളെന്ന നിലക്ക് നല്ലതുപോലെ അറിയാലോ BJPയുമായിട്ടുണ്ടാക്കിയ ഡീലുകളുടെ കഥകൾ. നേരത്തെ പഴയ കാലത്ത് തന്നെ കോൺഗ്രസിന് ഇത്തരം ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. EMS പട്ടാമ്പിയിൽ മത്സരിക്കുന്ന കാലത്ത് ആ ഘട്ടത്തില് EMSനെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം കോൺഗ്രസിന്. അന്നവിടെ ജനസംഘത്തിൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു മത്സരിക്കാൻ. അദ്ദേഹം പിൻവലിച്ചു, മത്സര രംഗത്ത് നിന്ന് പിൻവാങ്ങി. എന്നിട്ട് അന്നത്തെ ജനസംഘത്തിന്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്ന് പ്രചരണം നടത്തി. അതാണ് കോൺഗ്രസ്. ഇനി നാടും ലോകവും രാജ്യവും അംഗീകരിച്ച മറ്റൊരു നേതാവിന്റെ കഥ പറയാം. EMSന്റെ മാത്രമല്ല, AKGയുടെ. AKG പാലക്കാട് മത്സരിക്കുന്നു. ആ മത്സരത്തില് AKGയെ നേരിട്ടത് കോൺഗ്രസിന്റെയും BJPയുടെയും കൂടി സ്ഥാനാർത്ഥിയായിരുന്നു. അത് കോൺഗ്രസ്സുകാരനായിരുന്നില്ല കേട്ടോ. മത്സരിച്ചത് RSSന്റെ ജില്ലാ കാര്യവാഹമായിരുന്നു. എത്ര നാണം കെട്ട നടപടിയാണെന്ന് ആലോചിച്ചു. AKGയെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS കാര്യവാഹിനെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഒരു പരിശ്രമം നടത്തി വയ്ക്കില്ലേ? അതല്ലേ പഴയ കാലം. പുതിയ കാലം നിങ്ങൾക്കും എല്ലാം പലർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. കോലീബി, നമ്മുടെ വടകരയും ബേപ്പൂരും, വടകര പാർലമെന്റ് സീറ്റ്, ബേപ്പൂര് അസംബ്ലി സീറ്റ്. അവിടെ രണ്ടിടത്തും BJP സ്ഥാനാർത്ഥിയല്ലേ നിർത്തിയത്. BJPയുടെ ഔദ്യോഗിക തലമുള്ള ആളല്ല, BJPക്ക് വേണ്ടിയുള്ള 2 ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. BJP അവിടെ ജയിപ്പിക്കുക, ബാക്കി സ്ഥലങ്ങളിലൊക്കെ BJP ഇവരെ ജയിപ്പിക്കുക. അന്നത്തെ ധാരണ. പക്ഷേ രാഷ്ട്രീയത്തില് 2 ഗുണം 2 സമം 4 അല്ലാതെ മനുഷ്യരല്ലേ, വികാര വിചാരമുള്ള മനുഷ്യരല്ലേ. അവർ ഈ കള്ളക്കളിക്ക് കൂട്ടുന്നില്ല, അവർ മാറിയല്ലോ. അങ്ങനെയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വിജയിച്ചു വന്നത്. സാധാരണ കണക്ക് വെച്ചാൽ അവർ ജയിക്കേണ്ടതാണ്. ജയിച്ചോ? ആ വൃത്തികേടും കാണിച്ചവർ നിങ്ങളായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു നിയമസഭ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു RSS നേതാവിന്റെ പ്രഖ്യാപനം, 41 സീറ്റിൽ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടാണ് ആ കസേരയിൽ ഇരിക്കുന്നത് ഓർമ്മ വേണം. അത് ഓർമ്മയില്ലേ വേണുഗോപാൽ? അത് കഴിഞ്ഞ് പുതിയ കാലം, ഇപ്പൊ ഇന്നലെ 2016 രാജഗോപാൽ ആദ്യമായിട്ട് ഇതെല്ലാം BJPക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള വിവിധ പരിശ്രമങ്ങളായിരുന്നു. ഒന്നും കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചില്ല. രാജഗോപാലിന് അക്കൗണ്ട് തുടങ്ങാനായി. എങ്ങനെയായിരുന്നു തുടങ്ങിയത്? നേമത്തുനിന്ന് അക്കൗണ്ട് തുടങ്ങാനായത് എങ്ങനെയാ? അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ട് കാണാനേ ഇല്ല. എന്നാൽ മറ്റൊന്ന് സംഭവിച്ചു. അതിന്റെ അടുത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. ഇതല്ലേ നടന്നത്? യഥാർത്ഥത്തിലുള്ള ഡീൽ അതായിരുന്നില്ലേ? അത് കഴിഞ്ഞ് ഇപ്പോ നമ്മുടെ തൃശ്ശൂരില്
സുരേഷ് ഗോപി ജയിച്ചു വരുമ്പോൾ കോൺഗ്രസിന്റെ 85,000 വോട്ട് എവിടെ പോയി? തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്നും 85,000 വോട്ട് കുറയല്ലേ? ഞങ്ങൾ ജയിക്കുമെന്ന് കണക്കാക്കിയതായിരുന്നു, പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്ന് കുറവുണ്ടായില്ലല്ലോ, അതിൽ വർധനവുണ്ടായല്ലോ. നിങ്ങളെ വോട്ട് എവിടെ പോയി? അപ്പോൾ ഡീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേർന്നൊരു കാര്യമാണ്. ഞങ്ങൾക്കണിയാൻ പറ്റുന്നൊരു കുപ്പായല്ല. ഞങ്ങളുടെ പുറത്ത് അതെടുത്ത് വെക്കാം. അത് സ്വയം എടുത്തണിഞ്ഞാൽ മതി. സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നില നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അത് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഈ പ്രളയത്തിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ഒരു മിനിസ്റ്ററുടെ ശബ്ദരേഖ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് മനുഷ്യനിർമ്മിതമായിരുന്നു, വാട്ടർ മാനേജ്മെന്റിൽ വന്ന ഒരു പിഴവാണ് എന്ന് മാറ്റി ഇദ്ദേഹത്തിന് കൃഷ്ണൻകുട്ടിയുടേതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.